ഈ ഒരു ഷോപ്പിന്റെ അകത്ത് കയറിയ ആളല്ല പുറത്തിറങ്ങുന്നത്. നിങ്ങൾ നോക്കിയാൽ എൻ്റെ കോലം എന്ന് തോന്നുന്നു എൻ്റെ തല കണ്ടിട്ട്. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് അയർലൻഡിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് അയർലൻഡിലെ കാഴ്ചകളാണ്. അപ്പം എന്താ പറയുക, ഇന്നിപ്പോൾ നമ്മളൊരു റൈഡ് പോകുന്നതാണ്, ഞാൻ നമ്മുടെ ബ്രോയും കൂടി. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. ഇത് ശരിക്കും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത വണ്ടി കേട്ടോ. പിന്നെ വളരെ സന്തോഷം, കാരണം ഇവിടെ ഇരിക്കാൻ പ്രത്യേകിച്ച് ഹെൽമെറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ഇത് ഓടിക്കാൻ മാത്രം ഹെൽമെറ്റ് വേണ്ട, പക്ഷെ നമുക്കിത് ഓടിക്കാൻ പറ്റില്ല, കാരണം ഇത് നമ്മുടെ വണ്ടിയല്ല, ധാരാൻ്റെ വണ്ടിയാണ്. ഇത് ഇവിടെ ലോക്കൽ ഇട്ടിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമ്മളൊരു പൂതി കണ്ടിട്ട് കയറി ഇരുന്ന് പോലെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. എവിടെ? അർഷാദാണ്. ഡീറ്റെയിൽസ് പറ. അർഷാദ് നാട്ടില് മലപ്പുറം, ഇവിടെ ഡബ്ലിലാണ്. ഇപ്പോൾ ഒരു 6 വർഷമായി. ബോസോട് 2 ദിവസമായിട്ടുണ്ട്. 2 ദിവസം സെറ്റല്ലല്ലോ? എല്ലാം സെറ്റ്, അടിപൊളി. അത് കേട്ടാൽ മതി, എല്ലാം എന്താ. അപ്പം ഇവന് മലപ്പുറത്താണ്, ഇവിടെയാണ് കോഴിക്കോട്. നീ മലപ്പുറം എല്ലാം ബോർഡർ ഏത് ഉറപ്പിക്കടാ. ബോർഡറാണ്. ഞാൻ രാമനാട്. പറണ്ട പകുതി കോഴിക്കോടും പകുതി മലപ്പുറം തീർന്നില്ലേ. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒരു വാക്കാണ് ചെയ്യുന്നത് ഈ ഒരു അയർലൻഡ് അല്ലെങ്കിൽ ഈ ഒരു ഡബ്ലിൻ സിറ്റിയിലെ കൂടി. നല്ല കാറ്റാണ്, നല്ല കാറ്റായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡ്രോണൊന്നും എടുത്ത് പുറത്തിറക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് വാക്ക് ചെയ്യാം. ഇന്ന് ഞാനൊരു വെറൈറ്റി സംഭവം ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞങ്ങൾ സ്ട്രീറ്റിലേക്കൂടെ നടക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ ആഫ്രിക്കൻസിന്റെ നൈജീരിയക്കാരുടെ ഒരു സ്പെഷ്യൽ ഒരു ബാർബർ ഷോപ്പ് കണ്ടു. ഇവർ ശരിക്കും ഇവിടെ മുടി മുറിക്കൽ മാത്രമല്ല, മുടിയുടെ സ്പെഷ്യലിസ്റ്റാണ്. നല്ല മൊഞ്ചാക്കിയിട്ട് നമ്മുടെ മുടിയൊക്കെ ആക്കി തരും. ഇവിടെ കണ്ടോ ഒരുപാട് ടൈപ്പ് ഓഫ് ഹെയർസ് ഉണ്ട്. ഞാനതിലൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഈസ്റ്റ് ആഫ്രിക്ക കവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് എനിക്ക് എൻ്റെ മുടി ചുരുട്ടാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ മുടി കണ്ടു നിങ്ങൾ. ഞാനല്ലെങ്കിൽ എന്താ പറയുക, ഈ പല്ലിയേക്കൻ കുളിയിലാണ്, വേറെ പ്രത്യേകിച്ച് മൊഞ്ചാക്കലൊന്നും ഇല്ല. ഇതാണ് എൻ്റെ ഒരു കോലം. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഒന്ന് ചുരുട്ടി നോക്കിയാലോ. അത് ഞാൻ വിചാരിച്ചു ബോറിംഗ് ആയിരിക്കുമോ. അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അഥവാ ബോറിംഗ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ തൊപ്പി ഉണ്ടല്ലോ, തൊപ്പി എടുത്തിട്ട് ബോറിംഗ് തീർക്കാലോ. സോ പിന്നെ ഇതേ ഇങ്ങോട്ട് നോക്കിയാൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ മുടി ഒന്ന് ചുരുട്ടാൻ പോകാണ്. നമുക്ക് ഇരിക്കാൻ പോകട്ടെ. ഇവരാണ് എൻ്റെ മുടി ശരിയാക്കുന്നത്. മെമ്മറി, ഇവിടെ നെയിം മെമ്മറി ആണ്. ഇത് പിന്നെ പോറിയോ ഓക്കെ ഇത്. ഇവരെ പ്രോസസ്സിംഗ് ഞാൻ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇവർ ചെയ്യുകയെന്നുള്ളത്. ഇവിടെ വെരി ബ്യൂട്ടിഫുൾ ഹെയർ. Yeah, very nice, huh? Good, yeah. Too long. Yeah, it's too long, very good. How long you been doing this hair? It would take like 30 minutes. No, 15 years. 15 years you have experience. Oh, how long I have been doing it? Oh, okay. He said you are an auntie, but you are not look like an auntie. Really? You look so cute. Thank you. That's nice. Okay. So this is hairs, huh? ഈ കാണുന്ന മുടിയാണ് അവർ എൻ്റെ തലയിൽ പിടിപ്പിക്കുന്നത്. പിടിപ്പിച്ചിട്ട് ഇത് ചുരുട്ടും. ഇത് ചുരുട്ടിയിട്ട് മൊഞ്ചാക്കും കേട്ടോ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. So you guys are just visiting? Yeah, I just arrived here a few days ago and I'm going to leave afternoon today. So I think take a memory of the Dublin. Okay. So keep a hair fixing. For your hair. Yeah. That's good. So you got a boyfriend? No. Why? You want to marry me? I want someone who will marry me. I don't want Yeah, I'm okay with that. Are you okay with that? Yeah, I don't want to have boyfriend again. Mm-hmm. I want to get married. You want to get married? You want to be honest with your partner, right? Oh yeah. Oh, that's a great, that's lovely, darling. I'm tired of boyfriend. What's the age of boyfriend? ചെറിയൊരു വേനൊക്കെ വരുന്നുണ്ട്. പഠിച്ചോനെ എൻ്റെ കോല എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. What are you looking level? പേടിയില്ലെങ്കിലും ചെറിയൊരു ഉൾഭയുണ്ടല്ലേ? എനിക്ക് ഉൾഭയോ ഒന്നുമില്ല, പോയാടുന്ന് പേടിയാണ് തന്നെ. ഇവരെ തന്നെ കൊല്ലാൻ പോകുന്നുണ്ടോ. It's very tough job, right? Kind of, yeah. Yeah, because Not that easy. even I don't have a long hair, Yeah, so you have to find it and you have to pull it. Yeah. The person that I thought was going to do hair was him. Yeah. Okay. You have to give a name, African name for me after finishing this, okay? Okay. And a Nigerian beautiful name. Yeah. Me, I'm from Cameroon. I'm not You're from Nigeria. Cameroon? Yes. Wow, I have a lot of people in Cameroon. They work for the beaches.
Oh, really? Yeah, I think the Cameroon having the you have a beaches right there. Yeah. Yeah. You do. പിടിച്ച് വലിച്ച് കൊണ്ട ചുരുട്ടി കയറ്റി ഒരു വിധത്തിലാക്കുന്നുണ്ട് ഇത്. ഇങ്ങോട്ട് എൻ്റെ പകുതിയായി കേട്ടോ, പകുതിയായി. ഇനി പകുതി കൂടെ ആവാനുണ്ട്. പിടിച്ച് വേലിച്ച് ഓളാ കുഞ്ഞ് മുടീൻ്റെ മുകളിൽ ടൈറ്റ് കിട്ടുന്നുണ്ട് ഊരിപ്പോകാൻ വേണ്ടിയിട്ട്. അവിടെ ആദ്യം നമ്മൾ ഒരാഴ്ചത്തേക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്നേരം ഓള് മെല്ലെ കിട്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു 6 മാസമൊക്കെ കിടക്കട്ടെ എന്നുള്ളത്. പിന്നെ മുറുക്കൽ കൂടി. അതുപോലെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ശരീര സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇവരാട്ടോ. ലോകത്ത് ഞാൻ പോയ രാജ്യങ്ങളിൽ വെച്ചിട്ട് ശരീര സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ, ശരീര സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. ചിലപ്പോൾ ഇവരെ നിറം കറുത്തിട്ടായിരിക്കാം, തടിച്ചിട്ടായിരിക്കാം, പക്ഷെ അതല്ല, ഇവരാണ് ഒറ്റ ബ്യൂട്ടിഫുൾ. ഇവരെ ശരീരം, ഇവരെ മുടി എല്ലാ ദിവസവും കുളിച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്ത്, മുടി മാത്രം കുളിക്കൂല. എനിക്കിപ്പോൾ ഈ തലയിൽ വന്ന സ്ഥിതിക്ക് എനിക്ക് ഒരാഴ്ചത്തേക്ക് എനിക്ക് തല നനക്കാൻ പറ്റില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. ഈ സാധനം അയക്കുന്നവരെ തല നനച്ച് അപ്പുറത്ത് പോകും. പക്ഷെ ഇവിടെ ഉണ്ടോ കളർഫുൾ മുടികളും കാര്യങ്ങളൊക്കെ ആക്കി ഇവർ നല്ല മൊഞ്ചാക്കുന്നുണ്ട് കേട്ടോ. നല്ല വേദനയാണേ, നല്ല വേദനയാണ്. പക്ഷെ നമ്മൾ വേദന ഉണ്ടെന്ന് കാണിക്കാൻ പാടില്ല. നമ്മൾ വളരെ കൂളായിട്ട് നിൽക്കണം. നല്ല വേദന ഉള്ളിലുണ്ടെങ്കിൽ കരയാൻ, ഉള്ളിൽ ഇരുന്ന് കരഞ്ഞോളൂ. അതിൻ്റെ പുറത്ത് ഭയങ്കര സംഭവം പോലെ ഇരുന്നോളൂ. എൻ്റെ ഇങ്ങനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു, എല്ലാം ഫിനിഷായി കഴിഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. പിന്നെ അതുപോലെ ഞാൻ ജസ്റ്റ് ഒരു എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നടത്തണം. ആരെയും ഉപദ്രവിക്കാതെ, ആർക്കും ഉപദ്രവം വരാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടത്തണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നതും കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 2-3 ദിവസമെങ്കിലും ഈ ഒരു കോലത്തിൽ ജീവിക്കണം. എനിക്ക് ആൾക്കാർ എന്നെ എങ്ങനെയാണ് കാണുന്നത്, ഓരോ സ്ഥലത്തും ആൾക്കാർ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു മുടിയോട് എങ്ങനെയാണ് താല്പര്യം കാണിക്കുന്നത്, ഇഷ്ടക്കേട് കാണിക്കുന്നത്, ഇഷ്ടം കാണിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അങ്ങനെ തീരാൻ പോവാണ് വെച്ചാൽ ഇപ്പം 1, 2, 3, 4, 5, 6, 7 എണ്ണം കഴിഞ്ഞു. 8ാമത്തെയാണ് ഇപ്പോൾ ചുറ്റുന്നത്. എനിക്ക് തോന്നുന്നു 1-2 കഴിഞ്ഞ് ചുറ്റാൻ പറ്റും കേട്ടോ. ഭയങ്കര ബെൽച്ച് മുറുക്കേടവള് ചെയ്യുന്നത് ഭയങ്കര പെയിൻ ആയിട്ടത്. കാരണം ഇങ്ങനെ അങ്ങോട്ടും എല്ലാം മുടി എടുത്തിട്ട് എക്സ്ട്രാ മുടി കയറ്റി ബെൽച്ചിടുന്നത്. അത് ഞാൻ വിചാരിച്ചെന്താ അറിയോ, നീളില്ല മുടിയില്ല ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത്. ഇത് മൊട്ടയടിച്ച ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വിഗ് വെച്ചിട്ട് അവർ ശരിയാക്കി തരും തന്നെ. ആൾക്കാർക്ക് സത്യം പറഞ്ഞാല് പേടിയാണ്. വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള പേടിയാണ്. ഇങ്ങനെയുള്ള ഒരു വിചാരമില്ലാത്ത ആൾക്കാർക്ക് ഒരു പേടിയില്ല. അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മളെ മുടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ആരും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. So what are you going to do with the You side? need to shave. Completely? No, just we brush can it. trim it, yeah. Yeah. Not shave actually, you can There's a trim it. barber who can work on it for you. Yeah. So this thing is finished, huh? Yeah. ചുരുട്ടൽ കഴിഞ്ഞോ. 1, 2, 3, 4, 5, 6, 7, 8 8 ചുരുട്ടി. 8 ചുരുട്ടാൻ ഏകദേശം ഒരു 15-20 മിനിറ്റ് മാത്രം എടുത്തിട്ടില്ല. കാരണം ഇവർ എക്സ്പേർട്ട് ആണ്. We do like this. No. You want it down. Just cut it little bit there. I You don't want need. it down like this. No. Can you എങ്ങനെ വേണ്ടത്? കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ ചുരുട്ടണം. ഇങ്ങനെ വേണോ സംഭവം? നമ്മൾ ഈ വഴി പോകുമ്പോൾ ജസ്റ്റ് കണ്ടേരം പൂതിക്കേരി വിട്ടതാണ്. അതും ഇപ്പം എടുത്ത തീരുമാനമാണ്. നമ്മൾ അങ്ങനെയാണ്, ചില തീരുമാനങ്ങൾ നമുക്ക് എന്നേരം നോക്കുമ്പോൾ എടുത്തേക്കണം. ഡാർലിംഗ്, യു ഹാവ് ദാറ്റ് ക്ലിപ്പ്, ദാറ്റ് കളർ ക്ലിപ്പ്. സോ എനിക്ക് ആയി. Is it done? Not yet. Okay. താങ്ക് യു ബിഗ് മാൻ. More, huh? Completely done. So I can't take a bath. No, if you take a bath, it will get old. How many months? How many weeks? How many weeks it will last? 1 week? കുളിച്ചിട്ട് കാര്യമൊന്നുമില്ല. So you got any gel or something for me to keep it clear? This. That's good.
ഇപ്പോൾ കണ്ട അതിൻ്റെ മുകളിൽ ജെല്ലിട്ടിട്ട് പിന്നെ തുണി ഇട്ട് ഇനിയിപ്പോൾ ഹെയർ ഡ്രയർ അത് ചൂടാക്കും. നല്ല പ്രോസസ്സിംഗ് ആണ്. I will have to use the hair dryer. If it was on his hair, this one I won't need that. Yeah, he have a lot of hair, long hair. Long hair. He has. But you know he have a BP. BP means Bharya Pedi. He scared his wife. Oh. Yeah, so I'm not. I don't have any scare. I'm not scaring anyone. Bharya means wife. P means scared. It's called BP. Bharya Pedi. Wife scary. 2010 അടിച്ച So him is married. 2010 ചെയ്തത്. യോ ഉമ്മട് കളിക്കടാ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ ഞാൻ തിരിഞ്ഞിരിക്കട്ടോ. How is it? You like it? Okay. The person who will shave. This guy, how is it? You like it? Yes, sir. You want to shave? You want to brush the corner? Yeah. You like it, bro? You like it, darling? You are handsome. You have a new wife this evening. Yeah. No, you don't need to shave, bro. Just trim it in New one. wife today. Yeah. Trim it here, side. അടുത്ത നമ്മൾ പരിപാടി എന്താ വെച്ചാൽ പിന്നെ മൂപ്പര് ഈ സൈഡൊക്കെ ഒന്ന് സെറ്റ് ആക്കി തരും. ഇപ്പോൾ സൈഡ് ഇതില്ലല്ലോ, അവർ ചുരുട്ടൽ മാത്രമേ ഉള്ളൂ. മൂപ്പര് സൈഡൊക്കെ ഇതാക്കി തരും. തൊടുമ്പോൾ നല്ല രസമായിട്ട് എന്താ സുഖം നോക്കി ഞാൻ തന്നെ ഇത് ഇതിൽ കട്ട് ചെയ്യുന്ന രീതിയുണ്ടോ? ഇതിൽ ഈ ഡ്രിം ചെയ്ത് കഴിഞ്ഞാൽ മുടി വീഴാണ്ടിരിക്കാൻ വേണ്ടി പ്രഷർ എടുത്ത് ഇവരെ താഴേക്ക് തട്ടും. ആ നല്ല ഐഡിയ ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് മുറിക്കാം, മറ്റേ സൈഡിൽ നിന്ന് എടുക്കും. നല്ല സ്പീഡ് ഉണ്ട് ഇവർ കേട്ടോ. സെറ്റ് സംഭവം. പക്ഷെ ഇവര് കത്രിക ശ്രദ്ധിച്ചു. ഇവരെ മുടി കത്രിക പിടിക്കൂലടാ. ഗൾഫിലല്ലോ ഇല്ലേ ഇവര് ഷോപ്പിൽ ഈ ട്രിമ്മർ വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ലോക്കലൊന്നും കൊടുക്കൂല. ലോക്കൽ കൊടുത്ത് വേഗം പൊട്ടിപ്പോകും. ഇവർക്ക് വലുതുണ്ട്, നല്ല ബ്രാൻഡഡ് മാത്രമേ ഇവർക്ക് കൊടുക്കൂ. അതായത് ട്രിമ്മർ അല്ല, ട്രിമ്മറിലോ. ഇവരെ മുടി ഭയങ്കര കട്ടിയല്ലേ, നമ്മളെ പോലല്ല, ഭയങ്കര കട്ടിയാ ഇവർ ശരീരം മുടിയല്ലോ. ചില ആൾക്കാർ ഇവരെ മുടി മുറിക്കാൻ പോലും കയറ്റില്ല ചില സലൂണിൽ പോയി കഴിഞ്ഞാൽ പാവങ്ങള്. അല്ല ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ബാർബർ ഷോപ്പുകൾ അപ്പോൾ ഇവിടെ തന്നെ ഒരുപാടുണ്ട്. നല്ലതാ. ഇതാണ് നമ്മൾ വേറൊരു സ്ട്രീറ്റ് പോകുന്നത് ഞാൻ കാണിച്ചു തരുന്നു, മൂർ സ്ട്രീറ്റ് എന്ന് പറയും. അവിടെ ഏരിയയിൽ ഇങ്ങനെ വിളിക്കും ഹെയർ ഫിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിളിക്കും. That is the leg. Where do you know him? His name is Lee. അവരതിൽ കളർ മിക്സ് ചെയ്തിട്ട് അതടിക്കുന്നുണ്ട് തലയിലൊക്കെ വരും. അത് വർക്കാവുന്നില്ല, അടിച്ചുപോയി ഗൈസ്. ബ്രോ അടിച്ചുപോയി. ലൈക്ക് ഇറ്റ്സ് ഗോൺ, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. യു സേ ലൈക്ക് അടിച്ചുപോയി ഗൈസ്. Me? യാ സേ അടിച്ചുപോയി ഗൈസ്. Joy. പോയി ഇത് നോക്കിയിട്ട് കാര്യമില്ല, ചൂട് വെള്ളത്തിട്ടോ. Joy. Kada, if I didn't look the profile picture, I was Joy. Also just put this you know here. You now want to put it up. ഇല്ല ടീച്ചർ എടുത്താ അതിട്ട് ചെയ്യല. എന്താ ബ്രോ? ഗൈസ് ഇവിടെ ഞാൻ റിച്ച് ആണ്, പൗണ്ടൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ഇത് എടുക്കുന്നില്ല. അയർലൻഡിലെ യൂറോ. ഇവിടെ യൂറോ ആട്ടോ, പൗണ്ടിൽ അവൻ എടുക്കാത്തത്. പിന്നെ വേറെ എടുക്കുന്ന റവല്യൂട്ട് എന്താ
റെവലൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, എന്താ പറയാ, പേയ്മെന്റിന്റെ ഓൺലൈൻ ബാങ്കിന്റെ ഓക്കെ, അതിൽ നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്. നമ്മളെ സെയിം ഗൂഗിൾ പേ അല്ലേ, അതുപോലത്തെ ഒരു സംഭവം. എന്നെ കണ്ടെന്ന് തോന്നുന്നു ഗൈസ്, ഒരു മലയാളി ലുക്ക് ഉണ്ടോ? ഈ ഒരു ഷോപ്പിന്റെ അകത്ത് കയറിയ ആളല്ല പുറത്തിറങ്ങുന്നത്. നിങ്ങൾ നോക്കിയാ എന്റെ കോലം എന്ന് തോന്നുന്നു. എന്റെ തല കണ്ടിട്ട് കംപ്ലീറ്റ്ലി മാറ്റി അടിച്ചില്ലേ. ഇപ്പോഴാണ് ശരിക്കും ഗുണ്ടവാസം ആയത് കേട്ടോ. പിന്നെ വേറെന്താ പറയുക, അവർ ശരിക്കും പറഞ്ഞാൽ കത്രി ഉപയോഗിക്കുന്നില്ല. കാരണം ആഫ്രിക്കൻസ് പൊതുവെ കത്രി ഉപയോഗിക്കാറില്ല. രണ്ടാമത് അവർ ഡ്രിം ചെയ്യുമ്പോൾ അമർത്തി ഡ്രിം ചെയ്യും, വളരെ ഹാർഡായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ നാട്ടുകാരുടെ മുടിന് ഒരു അത്രക്കും ചകിരിയൊക്കെ പോലെ ഭയങ്കര കട്ടിയിലെ മുടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡ്രിം ചെയ്യുമ്പോൾ അവർക്ക് വളരെ ഹാർഡായിട്ട് പുഷ് ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സാധാ ഒരു ബാർബർ ഷോപ്പിൽ കയറുന്ന ആഫ്രിക്കൻ ബാർബർ ഷോപ്പിൽ കയറുന്ന ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ബ്രോ, എന്താണ് എൻ്റെ മുടിയെ പറ്റി പറയാനുള്ളത്? എന്റെ മുടിനെ കുറിച്ചിട്ടാണോ ഇതിപ്പാക്കിയത് നീ? അല്ല, എൻ്റെ മുടിയെ കുറിച്ച് എന്താ പറയുന്നത്? രക്ഷയില്ല. ഇപ്പൊ ആളെന്നെ മാറി, ഒരു 10 കൊല്ലം ബാക്കിലേക്ക് പോയില്ല. എത്ര കൊല്ലമായി ഇപ്പോൾ? ഞാൻ പറഞ്ഞത് എനിക്ക് 20 വയസ്സ്, 10 കൊല്ലം ബാക്കിൽ 10 വയസ്സല്ലേ. അപ്പൊ ഞാൻ ഇപ്പൊ ചെറിയ മോനായി പോലെ. തള്ളി മറിക്കണല്ലേ. ആ, വേറൊന്നും വേണ്ട. എടാ വാടാ, കൊടുത്തിട്ടില്ല. സോറിയാ, സെറ്റ് കളറായിക്ക്. പേര് മാറ്റേണ്ടി വരും. മല്ലു എന്ന് പറയില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഇടാ. സാധനം പവറേഷ്, എന്താ പറയാ, ഇതിനെങ്ങനെ ഞാൻ പിടിച്ചോക്കട്ടെ. ഞാൻ പിടിച്ചോക്കട്ടെ. എന്റെ മുടിയും തൊടാൻ പാടില്ല. പ്രശ്നം എന്താ അറിയോ, ഒരു 3-4 ദിവസത്തിന് കുളിക്കാൻ പറ്റൂല. അത് പിന്നെ ശീലമാണ്, കുഴപ്പമില്ല. ആഴ്ച ഒരു ദിവസം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കുളിക്കലാണ്, കുഴപ്പമില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിലേക്കൂടി വരുമ്പോൾ ജസ്റ്റ് കയറിയതാണ്. കയറിയിട്ട് കണ്ടപ്പോൾ എനിക്കത് ചെയ്യണം തോന്നി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് കയറി, ഞാനതൊക്കെ ചെയ്തു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒരാഴ്ച നമുക്ക് ഇത് ഓട്ടി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ കണ്ടിന്യൂ ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കും. നിങ്ങളെ അഭിപ്രായം പറയാം കമൻറ്റ് ബോക്സിൽ, എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നു എന്തും പറഞ്ഞോ, പശു നോക്കി പോലുണ്ടെന്ന് അങ്ങനെ പറഞ്ഞോ, അല്ല അടിപൊളിയും അടിപൊളി എന്ന് പറഞ്ഞാൽ വെറും പോരാന്ന് പറഞ്ഞു. പിന്നെ അത്ര വലിയ ഇതൊന്നുമില്ല. ഇത് ട്രെൻഡ് ആവും ഉറപ്പാ. കാരണം ഇതുവരെ അല്ലേ ഞാനൊരു മലയാളി ചെയ്ത് ഇവിടെ ആയിട്ട് കണ്ടില്ല. ഇത് മെയിൻ ആഫ്രിക്കൻസ് മുടിയില്ലാത്തവരെ ചെയ്യരുത്. മലയാളികൾ നാട്ടിൽ എറണാകുളത്ത് കൊച്ചി സൈഡിലൊക്കെ പോയി പിള്ളേർക്ക് ഒരുപാട്, പിന്നെ മലയാളികൾ ഇല്ലാത്ത ഏരിയ ഇല്ല. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. എന്താ പറയുക, ഇപ്പോൾ നമുക്ക് തല കുറച്ച് ടൈറ്റ് ഉണ്ട്. ഇത് കണ്ടിട്ട് ആൾക്കാർ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ മുമ്പത്തെ പോലെ ആൾക്കാർ പെരുമാറുന്നുണ്ടോ, എന്നോട് പെരുമാറ്റത്തിൽ മാറ്റമുണ്ടോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റും. അഫ്കോഴ്സ് നമ്മുടെ ശരീര സൗന്ദര്യം, അല്ല നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണ് അത് കണ്ടിട്ടാണ് മറ്റുള്ളവരോട് നമ്മളോട് പെരുമാറുന്നത്. അവിടെ ഒരിക്കലും ഫസ്റ്റ് തന്നെ കണ്ടുപാടും ആരും നമ്മുടെ മനസ്സും നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.